ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുന്ന അരി വെച്ചിട്ട് നമുക്കൊരു ബിരിയാണി ചോറ് ഉണ്ടാക്കിയാലോ? അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബിരിയാണിയല്ല, നമ്മുടെ പച്ചരി വെച്ചിട്ട് ഒരു ബിരിയാണി ചോറാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അടുപ്പിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, തക്കോലം, ഉപ്പ്, ഒരു പകുതി നാരങ്ങ നീര്, ഒരു സ്പൂണ് നെയ്യ് ഇത്രയും ഒഴിച്ച് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് 3 ഗ്ലാസ് അരി കഴുകി വെച്ചിട്ടുണ്ട്, 3 ഗ്ലാസ് പച്ചരി കഴുകി വെച്ചിട്ടുണ്ട്. ആ കഴുകി വെച്ചിരിക്കുന്ന പച്ചരി കൂടി നമുക്കിതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പം വേകുന്ന സമയത്ത് വേവ് ശ്രദ്ധിക്കുക, ഒരുപാട് വെന്ത് പോകരുത്. എന്നാൽ നമുക്ക് നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആവശ്യമായ അളവിൽ അത് നന്നായിട്ട് വെന്ത് കിട്ടും, ഒന്നോടൊന്ന് ഒട്ടിപ്പിടിക്കാതെ ചോറ് കിട്ടും. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചു, അതിലേക്ക് സവോള, ക്യാരറ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇത്രയിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴന്നു വരുന്ന സമയത്ത് ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ബിരിയാണി മസാല ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന മസാലകൾ ഇടുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ഇട്ട് നമുക്ക് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റാം. ഇത് വഴന്നു വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെന്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചരി ചോറ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് മല്ലിയിലയും പുതിനയിലയും നമുക്ക് ഏതാണോ എസൻസ് നമ്മുടെ കയ്യിലുള്ളത് ആ എസൻസ് കൂടി നമുക്ക് 2-3 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ എസൻസ് ആണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. ശേഷം നമുക്ക് ആ പകുതി നാരങ്ങയുടെ നീരും കൂടി അതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്താൽ ഇതാ നമ്മുടെ ബിരിയാണി ചോറ്, പച്ചരി കൊണ്ടുള്ള ബിരിയാണി ചോറ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെയ്യൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് ഒട്ടിപ്പോകുമോ പശ പിടിക്കുമോ എന്നൊന്നും ആരും പേടിക്കേണ്ട. ഈ പറയുന്ന രീതി ചെയ്താൽ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് പച്ചരി കൊണ്ട് ബിരിയാണി ചോറ് ചെയ്തെടുക്കാൻ പറ്റും. സലാഡും പപ്പടവും ചിക്കൻ കറിയുമായിട്ട് നമ്മുടെ ബിരിയാണി ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്